അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ നെല്ലിയാമ്പതിയിലാണുള്ളത്. ഇന്നലെ രാവിലെ ഞങ്ങൾ കോട്ടയത്തു നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഉത്രാളിക്കാവൊക്കെ കണ്ട് വൈകിട്ട് 6 മണിയായപ്പോൾ നെല്ലിയാമ്പതിയിൽ വന്യ റിസോർട്ടിലാണ് നമ്മൾ സ്റ്റേ ചെയ്തത്. അപ്പോൾ ഈ വന്യ റിസോർട്ടിലേക്കും നെല്ലിയാമ്പതിയിലേക്കുമുള്ള ഇന്നലത്തെ ഞങ്ങളുടെ യാത്രയുടെ കാഴ്ചകൾ ആദ്യം കണ്ടിട്ട് നമുക്ക് വന്ന് ഇന്നത്തെ ഓഫ് റോഡ് സഫാരിയും അതിൻ്റെ കാഴ്ചകളൊക്കെ ആയിട്ട് പുതിയൊരു വീഡിയോയിലേക്ക് തുടങ്ങാം. പുതിയ ഒരു വീഡിയോ അല്ല, 2 വീഡിയോ ആയിട്ടാണ് വരിക. അപ്പോൾ 2 വീഡിയോയുടെയും കാഴ്ചകളിലേക്ക് ആദ്യം തന്നെ സ്വാഗതം. ഈ നെല്ലിയാമ്പതി യാത്രയിൽ രതിരവിയും ജിനീഷും അവരുടെ കുടുംബാംഗങ്ങളും ഞാനും ജോജോയുമാണ് ഒത്തുചേർന്നിരിക്കുന്നത്. പെട്ടെന്ന് ഒരു ദിവസത്തെ ഒരാലോചനയിൽ എടുത്തൊരു തീരുമാനം, കൂടെ ഉത്രാളിക്കാവ് വഴി കറങ്ങി യാത്ര ചെയ്തേക്കാമെന്ന് ഞങ്ങൾ തീരുമാനിച്ചു. ഉത്സവം കഴിഞ്ഞിരിക്കുന്ന ഉത്രാളിക്കാവിൽ തിരക്കുകൾ ഉണ്ടായിരുന്നില്ല. പൂരത്തിൻ്റെതായ കമാനങ്ങൾ പൊളിച്ചുകൊണ്ടിരിക്കുന്നു. അവിടെ നിന്ന് പാലക്കാടൻ ഗ്രാമങ്ങളിലൂടെ ഞങ്ങൾ യാത്ര ചെയ്ത് പോത്തുണ്ടി ചെക്ക് പോസ്റ്റ് കടന്ന് നെല്ലിയാമ്പതിയിലേക്ക് യാത്ര തുടർന്നു. അപ്പോൾ നമ്മൾ നെല്ലിയാമ്പതിയിലേക്ക് കയറിയിരിക്കുകയാണ്. ചെക്ക് പോസ്റ്റ് കഴിഞ്ഞ് പോത്തുണ്ടി ചെക്ക് പോസ്റ്റ് കഴിഞ്ഞിട്ട് മേളിലോട്ട് വന്നിരിക്കുകയാണ്. ഇനി ഇതേ പോത്തുണ്ടി ഡാം ഇവിടെയുണ്ട്, നമുക്ക് അവിടെ ഒന്ന് ഇറങ്ങാം. 19-ാം നൂറ്റാണ്ടിൽ നിർമ്മിച്ച പോത്തുണ്ടി ഡാം ശർക്കരയും ചുണ്ണാമ്പും ചേർത്ത് നിർമ്മിച്ച അപൂർവ എഞ്ചിനീയറിംഗ് അത്ഭുതം എന്ന പ്രത്യേകതയും ഇതിനുണ്ട്. അപ്പോൾ ഒരു ബിസ്ക്കറ്റ് കഴിച്ചേക്കാം. താങ്ക് യു. അതെ, ആ ബിസ്ക്കറ്റ് പിടിച്ച് മേടിക്കാൻ വരും, പക്ഷെ അതിന്റെ മഴ പെയ്യുന്നുണ്ടാ, മൂടലുണ്ടല്ലോ, മഞ്ഞ. അത് അല്പസമയം പോത്തുണ്ടി ഡാമിൻ്റെ വ്യൂ പോയിന്റിൽ നിന്ന് ആ കാഴ്ചകൾ ആസ്വദിച്ചു. ജോജോയുടെ ഐസ്ക്രീം മേടിക്കാൻ വരുന്നത് ഇളിഭ്യനായി തിരിച്ചുപോയി. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഇനി മേളിൽ നെല്ലിയാമ്പതിയിലേക്ക് നമ്മുടെ യാത്ര തുടങ്ങുകയാണ്. ആനെ കാണണേ എന്ന ആഗ്രഹത്തോടുകൂടെ പോകുന്നു. ചെക്ക് പോസ്റ്റ് കടക്കുമ്പോൾ മുതൽ തന്നെ കയറ്റം തുടങ്ങുകയായി. ആന, കാട്ടുപോത്ത്, മ്ലാവ്, എല്ലാ സാധനമുണ്ട്. പോത്തുണ്ടി ചെക്ക് പോസ്റ്റ് പിന്നിട്ട് നെല്ലിയാമ്പതിയിലേക്കുള്ള ഈ യാത്ര ഏകദേശം 20 കിലോമീറ്റർ നീളുന്ന മനോഹരമായൊരു മലമ്പാതയാണ്. പച്ചപ്പിൽ മൂടിയ പശ്ചിമഘട്ടങ്ങളിലേക്ക് നമ്മളെ കൈപിടിച്ചു കൊണ്ടുപോകുന്ന ഒരു സ്വർഗയാത്ര തന്നെയാണ്. മലകയറ്റം തുടങ്ങി കുറച്ചു ദൂരം പിന്നിട്ടാൽ വഴിയോരത്ത് കാണാം നെല്ലിയാമ്പതി വെള്ളച്ചാട്ടം. മൺസൂൺ കാലത്ത് അതിൻ്റെ ഭംഗി ഇരട്ടിയാവും. വനപ്രദേശങ്ങളിലുള്ള യാത്രയായതിനാൽ ഈ വഴിയിലൂടെ യാത്ര ചെയ്യുമ്പോൾ ഏറെ ശ്രദ്ധയോടെ വേണം വാഹനം ഓടിക്കുവാൻ. കാടുകൾക്കുള്ളിലൂടെ കടന്നു പോകുന്ന ഈ റോഡിൽ ചിലപ്പോൾ ആനകളോ ആനക്കൂട്ടങ്ങളോ മ്ലാവ്, മാന്, മലയെണ്ണാൻ തുടങ്ങിയ വന്യജീവികളെയും ഹോൺബിൽ ഉൾപ്പെടെ വിവിധ തരം പക്ഷികളെയും കാണുവാൻ സാധ്യതയുണ്ട്. മലനിരകളുടെ മടിത്തട്ടിലൂടെ വളഞ്ഞു തിരിഞ്ഞു പോകുന്ന ഈ റൂട്ട് ഡ്രൈവിംഗ് ഇഷ്ടപ്പെടുന്നവരുടെ ഒരു ഇഷ്ട റൂട്ട് തന്നെയാണ്. 10ഓളം ഹെയർ പിൻ വളവുകളാണ് നെല്ലിയാമ്പതിയിലേക്കുള്ള ഈ കയറ്റത്തിലുള്ളത്. ഓരോ വളവും പിന്നിടുമ്പോൾ നമുക്ക് മുന്നിൽ ഈ മലനിരകൾ കാഴ്ചകളുടെ പുതിയ വിസ്മയങ്ങൾ തുറന്നു തരുന്നു. താഴേക്ക് നോക്കുമ്പോൾ പോത്തുണ്ടി ഡാമിൻ്റെ ജലാശയവും പാലക്കാടിൻ്റെ പച്ചപ്പാർന്ന വയലുകളും ആകാശ ദൃശ്യങ്ങളും എല്ലാം കണ്ണു നിറയ്ക്കുന്ന കാഴ്ചയാണ്. എങ്ങനെയുണ്ട് ആദ്യത്തെ നെല്ലിയാമ്പതി യാത്ര? അടിപൊളി. വനത്തിനകത്തോട്ട് വലിയ പ്രതീക്ഷയില്ല, നമുക്ക് അടിപൊളിയായിട്ടായിരിക്കും. നെല്ലിയാമ്പതിയിലേക്കുള്ള ഈ യാത്രയെ മറക്കാനാവാത്ത ഒരനുഭവമായി ഓരോ വളവും ഓരോ കാഴ്ചയും മാറ്റും. നമ്മൾ മേളിലെ വ്യൂ പോയിന്റ് എത്തിയിരിക്കുകയാണ്. അതിലൊരെണ്ണം ജോജോ കണ്ടോ, ആ വണ്ടിയല്ലേ, വെള്ള വണ്ടിയല്ലേ, അവൻ്റെ ഫ്രണ്ടിൽ ചെല്ലാൻ ജോജോ. നെല്ലിയാമ്പതി ഇതാ നമ്മൾ വീണ്ടും എത്തി. നെല്ലിയാമ്പതിയിലെ വ്യൂ പോയിന്റിൽ എത്തിയിരിക്കുകയാണ്.
ആ വണ്ടിക്കകത്ത് കുരങ്ങ് ചാടി കയറാൻ പോയി. ഏതായാലും അകത്ത് കയറി ഒച്ച വെച്ച് അത് ചാടി ഇറങ്ങിപ്പോയി. ഒന്നും എടുത്തോണ്ട് പോയിട്ടില്ല. നിറച്ച് കുരങ്ങുകളാണ്. മലയാളനെ കണ്ടോ? ഇല്ല, കണ്ടില്ല. മേലോട്ട് ചെല്ലുന്നിടത്ത് ആനയുണ്ട് എന്ന് ബൈക്കുകാർ വന്നു. അതിനെ കാണാനായിട്ട് ഓടി പോവുകയാണ്. ഇതടുത്ത വ്യൂ പോയിൻ്റാണ്. ആ വ്യൂ പോയിൻ്റ് കഴിഞ്ഞിട്ടാണ് ആനയെ കണ്ടതെന്നാണ് പറഞ്ഞത്. നമ്മൾ ഏതായാലും മുന്നോട്ട് അതവിടെ താഴെയായിട്ട് നമുക്ക് കാണാൻ പാകത്തിനുള്ള നല്ല വിസിബിലിറ്റി ഉള്ള രീതിയിലാണ് അത് നിൽക്കുന്നതെന്നാണ് പറഞ്ഞത്. അല്ല, അവിടെ ചെന്നിട്ട് നോക്കാം, നമുക്ക് ഭാഗ്യമുണ്ടെങ്കിൽ കാണാം. ഇച്ചിരി മുന്നോട്ടെടുത്തേ. കണ്ടോ, നമ്മൾ ആനയുടെ നേരെ കീഴെ വന്നിട്ടാണ്. അങ്ങനെയൊന്നും വീഴില്ല. ആ നോക്ക്, എന്താ വ്യൂ. എന്താ കാഴ്ച നോക്ക്. കാട്ടാനെ കണ്ടു. എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളി. സൂപ്പർ സീൻ. നമ്മൾ നമ്മുടെ 2 വണ്ടികളും ഇവിടെ പാർക്ക് ചെയ്തു. ഇനി ഇവിടുന്ന് വരുൺ ശ്രീകുട്ടി എന്ന ജീപ്പിൽ നമ്മളെ നമ്മുടെ വന്യ റിസോർട്ടിലേക്ക് കൊണ്ടുപോകും. ജീപ്പ് എങ്ങനെ ആൾക്കാർ കയറും എന്നുള്ളതാണ്. ജോജോ ആദ്യമേ കയറി സീറ്റ് പിടിച്ചു. അപ്പോൾ എല്ലാവരും ഇങ്ങോട്ടൊന്ന് നോക്കി, എങ്ങനെയുണ്ട് ജീപ്പിനകത്ത്? എന്നെ കാണാൻ മേല. സൂപ്പർ എക്സ്പീരിയൻസ്. അതിന് പോയി തുടങ്ങട്ടെ, പറയാൻ ബാക്കി. ഞാനിവിടെ സെറ്റായിട്ടിരിക്കുക, ലഗേജും ഞാനും. ഞങ്ങളിന്ന് താമസിക്കുവാൻ ബുക്ക് ചെയ്തിരിക്കുന്നത് നെല്ലിയാമ്പതിയിൽ വന്യ എന്ന റിസോർട്ടിലാണ്. മുൻപ് ഞാനവിടെ പോയിട്ടുണ്ട്. അന്ന് ഈ റിസോർട്ടിൻ്റെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. നമ്മൾ ഇറങ്ങി കഴിയുമ്പോഴാണ് വേദനയില്ലെന്നല്ലേ പറഞ്ഞേ? കയ്യെ ബലം കൊടുത്തിരുന്നു. നമ്മൾ കോട്ടയം കാട് കഴിഞ്ഞു. ഇനിയിപ്പോൾ കാട്ടുവഴി കൂടിയാണ്. ഫോർ വീൽ ഡ്രൈവ് ജീപ്പിൽ മനോഹരമായ കാട്ടുപാതകളിലൂടെ കല്ലും കുഴികളും താണ്ടിയുള്ള ഓഫ് റോഡ് യാത്ര എല്ലാവരും വളരെ ആസ്വദിച്ചു. ഞങ്ങളുടെ കൂടെ വന്നവരിൽ ആദ്യമായി ഇവിടേക്ക് വന്നവർക്ക് പ്രത്യേകിച്ച് ഏറെ രസകരവും ആവേശകരവും ഒരിക്കലും മറക്കാനാവാത്ത ഒരു അനുഭവമായിരുന്നു ഈ യാത്ര. കുട്ടനെ ഫ്രണ്ടിൽ നിന്നുള്ള വീഡിയോ എടുക്കണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ എന്തൊക്കെയോ പ്രവർത്തിക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ വന്യയിലെത്തിയിരിക്കുകയാണ്. നമ്മുടെ ഓഫ് റോഡ് റൈഡ് കഴിഞ്ഞിട്ട് ഇതാണ് വന്യ റിസോർട്ട്. മിന്റ് ലെമൺ. അപ്പോൾ നമ്മളെ വന്യ റിസോർട്ടിലെ റൂമിലാണ്.
റൂമൊക്കെ നല്ല റൂമാണ്, കുഴപ്പമില്ല, ചെറിയ റൂമാണെന്നേ ഉള്ളൂ. ബെഡ്, TV ഉണ്ട്, പിന്നെ ഒരു ഗ്ലാസ് വിൻഡോ ആണ്, നേരെ കിടിലൻ വ്യൂ ആണ്, നോക്കി. പിന്നെ കോഫി ടീ മേക്ക് ചെയ്യാനുണ്ട്. ബാൽക്കണിയിലോട്ട് ഇറങ്ങിയാൽ സെയിം വ്യൂ തന്നെ വീണ്ടും കാണാം. ടോയ്ലറ്റ്. ഇത് നമ്മൾ പൂളിലേക്ക് നടക്കുകയാണ്. പ്ലാങ്. മതി ആ കൊച്ചിനെ ഇങ്ങോട്ട് മാറ്റി കരക്കേറ്റി ഇറങ്ങി. എന്തിയേ? അപ്പോൾ നമ്മൾ ഇവിടെ സ്വിമ്മിംഗ് പൂളിൽ കിടക്കുമ്പോൾ അവിടെ നമുക്ക് മാനയാണ് കാണാൻ കിട്ടും. ഒച്ചവെക്കാം. നമ്മളിത് ഇവിടെ സ്വിമ്മിംഗ് പൂളിൽ കിടക്കുന്നു. അതാരാന്ന് കണ്ടോ? വൈകിട്ട് ഇവിടെ ഒരു ക്യാമ്പ് ഫയർ ഉണ്ട്. ക്യാമ്പ് ഫയർ അവിടെ നടക്കുന്നുണ്ട്. അപ്പം നമുക്ക് അങ്ങോട്ട് പോവാം. ബാക്കി എല്ലാവരും അങ്ങോട്ട് പോയിട്ടുണ്ട് ഓൾറെഡി. അപ്പം നമുക്ക് ക്യാമ്പ് ഫയറിലോട്ട് പോകാം. ഞാൻ സ്റ്റെപ്പ് ഇറങ്ങി. ക്യാമ്പ് ഫയറിന് ശേഷം നമ്മൾക്കായുള്ള ഡിന്നർ തയ്യാറാണെന്ന് അറിയിച്ചു. ഞങ്ങളെല്ലാവരും റെസ്റ്റോറൻറ്റിലേക്ക് ചെന്നു. അപ്പോൾ നമ്മളുടെ ഡിന്നർ റെഡി ആയിട്ടുണ്ട്. റെസ്റ്റോറൻറ്റിലേക്ക് നമ്മൾ പോവാണ്. സ്വാദിഷ്ടമായ ഭക്ഷണവും മനോഹരമായ അന്തരീക്ഷവും ആ രാത്രി കൂടുതൽ മനസ്സിൽ ഓർക്കുന്ന ഒന്നാക്കി മാറ്റി. അപ്പോൾ നമ്മൾ നമ്മുടെ ഡിന്നറിനായിട്ട് വന്നു. എല്ലാവരും ഓരോരോ സീറ്റ് പിടിച്ചു. അതിനുശേഷം രാത്രി വൈകുവോളം ഞങ്ങളെല്ലാവരും റൂമിൽ ഒത്തുകൂടി കളികളും തമാശകളും വിശേഷങ്ങളും ഒക്കെ പങ്കുവച്ച് സമയം ചെലവഴിച്ചു. അടുത്ത ദിവസത്തെ വിശേഷങ്ങളുമായി വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ദിസ് ഈസ് ബിജോയ് സൈനിങ് ഓഫ്. താങ്ക് യു ആൻഡ് ബൈ.